തന്നെയാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അത് ഏത് മുന്തിയിടത്തിലെ ആളാണെങ്കിലും, ദിലീപാണെങ്കിലും ദിലീപിൻ്റെ തന്തയാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പൾസർ സുനി പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം വ്യക്തതയുണ്ട് എന്നുള്ളത് പോലീസ് അന്വേഷിക്കാൻ പോലീസുകാരുടെ ജോലി മാധ്യമങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പോലീസുകാർ പലതവണ പല രീതിയിൽ ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യം റിപ്പോർട്ടർ ചാനലിൽ ഒരു കഥ എഴുതുന്ന ഒരാളൂടെ പോയപ്പോൾ നടന്നു എങ്കിൽ പോലീസുകാരുടെ കഴിവുകേടും പോലീസുകാരുടെ ഒത്തുകളിയാണ് ഇവിടെ തെളിയുന്നത്. എന്തായാലും ഉടനെ തന്നെ പോലീസുകാർക്ക് ഇത് കണ്ടെത്താൻ സാധിക്കട്ടെ. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികൾ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടട്ടെ. ഈ പറയുന്ന അതിജീവിതയ്ക്ക് നീതി കിട്ടട്ടെ. ഇനിയും കേരളത്തിൽ ഈ പറയുന്ന തന്തയില്ലായ്മ ഉണ്ടാവാൻ പാടില്ല. കേരളത്തിൽ നല്ല ഒരിടത്ത് ഈ പറയുന്ന തന്തയില്ലായ്മ ഉണ്ടാവാൻ പാടില്ല. ജോലി സ്ഥലങ്ങളിൽ, തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർക്ക് തൊഴിലിന് സംരക്ഷണം കിട്ടണം. അവർ ചെയ്യുന്ന തൊഴിലിനെ അല്ലെങ്കിൽ അവരെ യൂസ് ചെയ്യാനായിട്ടിരിക്കുന്ന ഇത്തരം തന്തയ്ക്ക് മുൻപുണ്ടായവന്മാർക്ക് മറുപടി ആവട്ടെ ഈ ഒരു കേസ് എന്നുള്ളതാണ് ഈ സമയത്ത് പറയുന്നത്. ഇത് നടത്തിയത് 1.5 കോടി രൂപയുടെ പറയുന്ന ഇടപാടാണെന്നും 1.5 കോടി രൂപ ആണ് കൊട്ടേഷന് വേണ്ടിയിട്ട് നൽകിയതെന്നൊക്കെയാണ് ഈ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പൾസർ സുനി പറയുന്നത് വിശ്വസിക്കാമോ? നമ്മുടെ മാധ്യമങ്ങളൊക്കെ അപ്പാടെ വിശ്വസിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. പൾസർ സുനി എന്ന്